Hello all. അപ്പോൾ കേരള PSC അസിസ്റ്റന്റ് ഡെന്റൽ സർജന്റെ നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ട് കഴിഞ്ഞ ഡിസംബർ 4-നാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിരുന്നത് അല്ലേ. സോ ഇപ്പോൾ ഒട്ടനവധി പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ കേരളത്തിലെ മികച്ച PSC അക്കാഡമി ആയിട്ടുള്ള PSC ടോക്സും മെഡിക്കോസും ജോയിൻ ചെയ്തുകൊണ്ട് നല്ലൊരു ഫാക്കൽറ്റി ടീം അറേഞ്ച് ചെയ്തിട്ട് ഇതിന് വേണ്ടി ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സോ അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ പേര് ടാർഗറ്റ് ഡെന്റൽ സർജൻ എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ അല്ല, ഒരു 3-4 കൊല്ലങ്ങൾക്ക് മുന്നേ അസിസ്റ്റന്റ് ഡെന്റൽ സർജന് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ അനാറ്റമി റിലേറ്റഡ് ഒരു 3-4 ചോദ്യങ്ങൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ സെഷനിലേക്ക് പോവാം. സോ നമ്മൾ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ആ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന അനാറ്റമി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ. സോ ഇപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ വഴിയെ ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ which among the following is not a bone of facial skeleton? അപ്പോൾ ഫേഷ്യൽ സ്കെലിറ്റൻ്റെ ബോൺ അല്ലാത്ത ബോൺ ഏതാണ്? സോ പാർട്ടായിട്ട് വരാത്ത. ഓക്കെ, സോ ഇപ്പോൾ ഫേഷ്യൽ സ്കെലിറ്റൻ്റെ പാർട്ട് അല്ലാത്ത ബോൺ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ നമുക്ക് എത്മോയിഡ് ഉണ്ട്, ലാക്രിമൽ, മാക്സില്ല ആൻഡ് വോമർ. സോ ഇപ്പോൾ ഈ 4 ഓപ്ഷൻസ് ആണുള്ളത്. സോ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഏതാണ്? ഓപ്ഷൻ എ എത്മോയിഡ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഫേഷ്യൽ സ്കെലിറ്റൻ്റെ പാർട്ട് അല്ലാത്ത ബോൺ ഏതാണ് ഈ ഓപ്ഷൻസിൽ? എത്മോയിഡ് ആണോ, ലാക്രിമൽ ആണോ, മാക്സില്ല ആണോ, അതോ വോമർ ആണോ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എത്മോയിഡ് ആണ് കേട്ടോ. എത്മോയിഡ് ആണ് ഫേഷ്യൽ സ്കെലിറ്റൻ്റെ പാർട്ട് അല്ലാത്തത്. സോ അപ്പോൾ എത്മോയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് വിച്ച്? സോ അപ്പോൾ എത്മോയിഡ് ബോൺ എന്ന് പറയുന്നത് ഏതിൻ്റെ പാർട്ടാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ എന്താണ്? ക്രേനിയൽ ബോൺ ആണ്. വിച്ച് ഫോംസ് ദി ക്രേനിയം. സോ അപ്പോൾ ക്രേനിയൽ ബോൺസിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു ബോണാണ് ദിസ് എത്മോയിഡ് ബോൺ എന്ന് പറയുന്നത്. വിച്ച് ഫോംസ് ദി ആൻറ്റീരിയർ ക്രേനിയൽ കാവിറ്റിയുടെ ഒരു ബേസ് ഫോം ചെയ്യുന്ന. സോ യു ക്യാൻ സീ ഹിയർ അല്ലേ. സോ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ദിസ് ഇസ് ദി എത്മോയിഡ് ബോൺ. സോ എത്മോയിഡ് ബോൺ ഈസ് ദിസ് വൺ. സോ അപ്പോൾ ദാറ്റ് ഫോംസ് ദി ബേസ് ഓഫ് ദി ആൻറ്റീരിയർ ക്രേനിയൽ ഫോഴ്സ. ഓക്കെ, സോ അപ്പോൾ ആൻറ്റീരിയർ ക്രേനിയൽ ഫോഴ്സയിൽ വരുന്ന ഒരു ബേസ് ഫോം ചെയ്യുന്ന ബോൺ ആണ് എത്മോയിഡ് ബോൺ എന്ന് പറയുന്നത്. ആൻഡ് എത്മോയിഡ് ബോണിൽ ദർ ആർ porous plate അല്ലേ. there is a plate which have so many pores on it. so അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിബ്രിഫോം പ്ലേറ്റ്. സോ ഹിയർ യു ക്യാൻ സീ ദിസ് ഇസ് ക്രിബ്രിഫോം പ്ലേറ്റ്. ആ ക്രിബ്രിഫോം പ്ലേറ്റിൽ കൂടെ കുറച്ച് നെർവ് ഫൈബേഴ്സ് പാസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഓരോ ഓപ്പണിങ്സിൽ കൂടെയും. സോ അത് ഏത് നെർവ് ആണ് എന്ന് കൂടി ഓർക്കുക. ഏതാണ്? ഓൾഫാക്ടറി നെർവിൻ്റെ ഫൈബേഴ്സ് ആണ് കേട്ടോ. ഓൾഫാക്ടറി നെർവിൻ്റെ ഫൈബേഴ്സ് ആണ്. ഓൾഫാക്ടറി നെർവ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്? ഓൾഫാക്ടറി നെർവ് എന്ന് പറയുമ്പോഴത്തേക്കും ഏത് ക്രേനിയൽ നെർവ് ആണ്? ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ക്രേനിയൽ നെർവ് അല്ലേ. സോ ഫസ്റ്റ് ക്രേനിയൽ നെർവ് ആണ് ഓൾഫാക്ടറി നെർവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഓൾഫാക്ടറി നെർവിൻ്റെ ഫൈബേഴ്സ് ഈ ഒരു എത്മോയിഡ് ബോണിലുള്ള പോറസ് പ്ലേറ്റിൽ കൂടെ പാസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു പോറസ് പ്ലേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്രിബ്രിഫോം പ്ലേറ്റ് എന്നാണ്. സോ ഈ ഒരു ക്രിബ്രിഫോം പ്ലേറ്റ് എത്മോയിഡ് ബോണിൻ്റെ പാർട്ടാണെന്ന് പറഞ്ഞു. വിച്ച് ഫോംസ് ദി ബേസ് ഓഫ് ദി സ്കൾ അല്ലെങ്കിൽ ബേസ് ഓഫ് ദി ആൻറ്റീരിയർ ക്രേനിയൽ ഫോഴ്സ. സോ ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി ഫേഷ്യൽ സ്കെലിറ്റൻ. അപ്പോൾ ലാക്രിമൽ ബോണും മാക്സില്ലയും വോമറും എല്ലാം എന്താണ്? ദേ ആർ പാർട്ട് ഓഫ് അവർ ഫേഷ്യൽ സ്കെലിറ്റൻ എന്നുള്ളത് ഓർക്കുക. സോ അപ്പോൾ വി നോ നമ്മുടെ മാക്സില്ല എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് എ ഫേഷ്യൽ ബോൺ ആണ്. ലാക്രിമൽ ബോൺ ഓൾസോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫേഷ്യൽ ബോൺ ആണ്. സോ ഈ വോമർ ആണ് നമുക്ക് പിന്നെയും ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ്. സോ അപ്പോൾ വോമർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നേസൽ ക്യാവിറ്റിയിൽ, നേസൽ ക്യാവിറ്റിയുടെ ഇൻഫീരിയർലി അല്ലെങ്കിൽ ഡെപ്തിൽ ഡീപ്പായിട്ട് വരുന്ന ആ ഒരു ചെറിയ തിൻ പ്ലേറ്റ് ഓഫ് ബോണിനെയാണ് നമ്മൾ വോമർ എന്ന് വിളിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് ദി വോമർ ബോൺ. ഓക്കെ, സോ അപ്പോൾ ദേ ആർ ഓൾ പാർട്ട് ഓഫ് ഫേഷ്യൽ സ്കെലിറ്റൻ ആണ് എക്സെപ്റ്റ് എത്മോയിഡ് ബോൺ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ ഏതൊക്കെയാണ് ആ ഒരു ബോൺസ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ലാക്രിമൽ ബോൺ ആണ്. സോ lacrimal bone is a small fragile bones located within the medial part of the orbits. So for orbits in the medial part, here you can see this is the lacrimal bone. So for the medial part of the orbits എന്ന് പറയുമ്പോൾ നമ്മുടെ eyeball situate ചെയ്തിരിക്കുന്ന that cavity we know that. So അപ്പോൾ അതിൻ്റെ medial പാർട്ടിൽ വരുന്ന that thin plate of bones നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? lacrimal bone എന്ന് വിളിക്കുക. So they are part of the facial skeleton ആണ്, we know that. And അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് നമുക്ക് maxilla. So here you can see maxilla is also forming the
face of part of the face and which forms the upper jaw. Upper jaw form ചെയ്യുന്ന bone ആണ്. And that is maxilla. And vomer, here you can see നമ്മുടെ nasal cavity യുടെ ഡെപ്തിൽ എന്താണ് ഉള്ളൊരു thin plate of bone, that is called a vomer. So maxilla, this forms the majority of the upper jaw ആണ്. They are also paired ആണ്. Lacrimal bone paired ആണ്. And vomer എന്ന് പറയുമ്പോഴത്തേക്കും it is an unpaired bone ആണ്. That forms the inferior part of the nasal cavity. Nasal cavity യുടെ inferior part, deep ആയിട്ട് മുകളിൽ നമുക്ക് septum വരും. ആ septumത്തിന്റെ deep ആയിട്ട് inferiorly വരുന്ന ഒരു bone ആണ് that vomer bone എന്ന് പറയുന്നത് കേട്ടോ. So that is it. So the second question എന്ന് പറയുന്നത്, which of the following is not a content of carotid sheath? Carotid sheath ന്റെ കണ്ടന്റ് അല്ലാത്തത് ഏതാണ്? So we know നമ്മുടെ നെക്കിന്റെ ഇവിടെ വരുന്ന carotid triangle ഉണ്ട്. Triangles of neck പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും carotid triangle. So main content of the this carotid triangle എന്ന് പറയുമ്പോൾ that is carotid sheath and its contents ആണ് അല്ലേ. സോ നമുക്കറിയാം. സോ അപ്പോൾ ഏതൊക്കെയാണ് carotid sheath ന്റെ contents എന്ന് നമ്മൾ നോക്കണം. അതിൽ വരാത്തത് ഏതാണ് എന്നുള്ളതാണ് question. So the question is, which of the following is a not a content of carotid sheath എന്നാണ്. So first option എന്ന് പറയുന്നത് common carotid artery, second option internal jugular vein, third option sympathetic trunk and fourth option vagus nerve. So അപ്പോൾ ഇതിൽ നമ്മുടെ carotid sheath ന്റെ കോണ്ടന്റ് അല്ലാത്തത് ഏതാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്? sympathetic trunk ആണ്. So sympathetic trunk ആണ് the option which is right. That is the content which is not present in the carotid sheath എന്ന് ചോദിക്കുകയാണെങ്കിൽ that is sympathetic trunk ആണ്. So vagus nerve ആണെങ്കിലും common carotid artery ആണെങ്കിലും അതുപോലെ internal jugular vein ആണെങ്കിലും എല്ലാം they are the contents of carotid sheath. Okay. So the sympathetic trunk is a part of autonomic nervous system. We know അതുകൊണ്ട് എന്താണ് autonomic nervous system ഒരു പാർട്ടാണ് sympathetic. Autonomic ലാണ് sympathetic and parasympathetic ഒക്കെ വരിക. So which generally runs alongside the vertebral column. നമ്മുടെ vertebral columnത്തിന്റെ along സൈഡിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു sympathetic trunk run down ചെയ്യുന്നത് കേട്ടോ. So it is എന്താണ് on the posterior side of the, അതായത് നമ്മുടെ carotid sheath ഇതാണെങ്കിൽ അതിന് posterior aspectൽ വരുന്ന relation ആണ് sympathetic trunk. ഇത് carotid sheath ആണെങ്കിൽ അതിന്റെ posterior relation ആയിട്ട് വരുന്നതാണ് sympathetic trunk എന്ന് പറയുന്നത്. So it is not included in the contents of the carotid sheath, but it is in the posterior aspect of the carotid sheath എന്നത് ഓർക്കുക. Okay. So here you can see in this picture നമുക്ക് ഏതാണ് internal jugular vein അല്ലേ. internal jugular vein എന്ത് ചെയ്യുന്നുണ്ട് ഒരു content ആയിട്ട് വരുന്നുണ്ട് internal jugular vein. Okay. So next vagus nerve. vagus nerve വരുന്നുണ്ട്. We know that vagus nerve is the 10th cranial nerve ആണ്. 10th cranial nerve ആണ് vagus nerve എന്ന് പറയുന്നത്. And one more artery ഉണ്ട്. ഒരു artery, ഒരു vein, ഒരു nerve ആണ് മെയിൻ ആയിട്ട് the contents of the carotid triangle എന്ന് പറയുക, ലൈക്ക് സോറി carotid sheath എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിൽ internal jugular vein and vagus nerve നമ്മൾ പറഞ്ഞു. The artery is common carotid artery. common carotid artery ആണ് അതിൻ്റെ മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത്. സോ അപ്പോൾ ആ ഒരു common carotid artery inside the carotid sheath itself, it is dividing into internal and external jugular veins. So the division, the part at which the common carotid artery divides into internal and external jugular vein ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ inside the carotid sheath ആണ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. So there are three main contents in the carotid sheath, that is one artery, one vein and one nerve ആണ്. artery ഏതാണ് common carotid artery which divides inside the carotid sheath into internal and external jugular arteries, internal and external carotid arteries and internal jugular vein and one more nerve, that is vagus nerve. So നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു sympathetic trunk അല്ലേ. sympathetic trunk is on the posterior side of the, so posterior relation ആയിട്ടാണ് ആര് വരുന്നത് sympathetic trunk വരുന്നത്. anterior relation ആയിട്ട് വരുന്നത് ansa cervicalis ആണ്. so അത് important point ആണ് ഓർക്കുക കേട്ടോ. so there is a network of nerves which are present on the anterior aspect of the carotid sheath. അതിനെയാണ് നമ്മൾ ansa cervicalis എന്ന് വിളിക്കുന്നത് കേട്ടോ. സോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കോമൺ കരോട്ടിഡ് ആർട്ടറിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ബാക്കി ഓപ്ഷൻസിനെ കുറിച്ചിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ കോമൺ കരോട്ടിഡ് ആർട്ടറി, ദിസ് ഇസ് എൻ ആർട്ടറി ദാറ്റ് ഇസ് മേജർ ബ്ലഡ് സപ്ലൈ, ഗിവിംഗ് മേജർ ബ്ലഡ് സപ്ലൈ ടു ദി ഹെഡ് ആൻഡ് നെക്ക്. നമ്മുടെ ഹെഡ് ആൻഡ് നെക്കിലേക്ക് മേജർ ആയിട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ഒരു ആർട്ടറിയാണ് കോമൺ കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്ന ആർട്ടറി. സോ വി നോ it arises from the aorta ആണ് അല്ലേ. സോ അയോർട്ടയിൽ നിന്നാണ് അറൈസ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. സോ അപ്പോൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ there are slight differences. സോ അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മെയിൻ ആയിട്ട് ഇവിടുന്ന് അറൈസ് ചെയ്യുന്നത് റൈറ്റ് ബ്രേക്കിയോസെഫാലിക് ട്രങ്ക് ആണ്
Okay, right? Brachiocephalic trunk ആണ് റൈറ്റ് സൈഡിൽ വരുന്നത്. ആൻഡ് ലെഫ്റ്റ് അതിന്ന് right brachiocephalic trunk in turn divides into right subclavian artery and right common carotid artery. So അപ്പോൾ right side common carotid artery ഏതിന്റെ ബ്രാഞ്ച് ആണ് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, so it is a branch from the right brachiocephalic trunk which is a branch from the which arises from the arch of aorta. Okay, so അതേ സമയത്ത് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് സബ്ക്ലേവിയനും ലെഫ്റ്റ് കോമൺ കരോട്ടിഡും they are direct branches from the arch of aorta. Okay, so അപ്പോൾ കോമൺ കരോട്ടിഡ് ആർട്ടറി എവിടുന്നാണ് ഏതിന്റെ ബ്രാഞ്ച് ആണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, റൈറ്റ് സൈഡിലാണെങ്കിലും ലെഫ്റ്റ് സൈഡിലാണെങ്കിലും there are slight differences. റൈറ്റ് സൈഡിലാണെങ്കിൽ ഫ്രം ദി ആർച്ച് ഓഫ് അയോട്ട എന്ന് എന്ത് വരുന്നുണ്ട്, ബ്രേക്കിയോസെഫാലിക് ട്രങ്ക് വരുന്നുണ്ട്. അതിൽ നിന്നാണ് സബ്ക്ലേവിയൻ ആർട്ടറിയും കോമൺ കരോട്ടിഡ് ആർട്ടറിയും അറൈസ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ there is no such confusion, it arises directly from the arch of aorta. അപ്പോൾ ലെഫ്റ്റ് സബ്ക്ലേവിയനും ലെഫ്റ്റ് കോമൺ കരോട്ടിഡും they are the direct branches from the arch of aorta that you have to remember. Okay, so next internal jugular vein. So അപ്പോൾ internal jugular vein നമുക്കറിയാം എന്താണ്, ഫ്രം ദി ഇൻസൈഡ് ദി ക്രേനിയത്തിൽ നിന്ന് വീനസ് ഡ്രെയിനേജ് ചെയ്യുന്നതാണ്. എക്സ്റ്റേണൽ ജുഗുലാർ വെയിൻ ആയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട്. So this internal jugular vein directly drains into the superior vena cava. So this is the superior vena cava. So we know that. So അപ്പോൾ ആ ഒരു superior vena cavaയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് ഡ്രെയിൻ ചെയ്യാണ്. This is the internal jugular vein and this is the subclavian vein. Both are draining directly into the superior vena cava. അതേ സമയത്ത് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ this internal jugular vein drains into the left brachiocephalic vein. Brachiocephalic vein-ലേക്ക് ഡ്രെയിൻ ചെയ്യുന്നു. അതുപോലെ സബ്ക്ലേവിയൻ വെയിൻ ആ ഒരു ബ്രേക്കിയോസെഫാലിക് ട്രങ്കിലേക്കാണ് ഡ്രെയിൻ ചെയ്യുന്നത്. അതാണ് in turn drains into the superior vena cava. So you have to remember that also. Left side there are slight differences. Okay. Next, vagus nerve. Vagus nerve എന്ന് പറയുമ്പോഴത്തേക്കും that is the 10th cranial nerve ആണ്. We know that, and the longest cranial nerve ആണ് vagus nerve എന്ന് പറയുന്നത്. So the third question is, which among the following is a branch of mandibular nerve? ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് മാൻഡിബുലാർ നെർവിന്റെ ബ്രാഞ്ച്? ഓപ്ഷൻസിൽ ഓറിക്കുലോടെമ്പറൽ, ഇൻഫ്രോആർബിറ്റൽ ആൻഡ് സൈഗോമാറ്റിക്കോഫേഷ്യൽ നെർവ്, സൈഗോമാറ്റിക്കോടെമ്പറൽ നെർവ്. ഇതിൽ ഏതാണ് മാൻഡിബുലാർ നെർവിന്റെ ബ്രാഞ്ച് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓറിക്കുലോടെമ്പറൽ നെർവ് ആണ്. ഓറിക്കുലോടെമ്പറൽ നെർവ് ആണ് വിച്ച് ഇസ് എ ബ്രാഞ്ച് ഫ്രം ദി മാൻഡിബുലാർ നെർവ്. മാൻഡിബുലാർ നെർവിൽ നിന്ന് വരുന്ന ബ്രാഞ്ച് ആണ് ഓറിക്കുലോടെമ്പറൽ നെർവ്. സോ ഇപ്പോൾ ഓറിക്കുലോടെമ്പറൽ നെർവ് എന്ന് പറയുമ്പോഴത്തേക്കും മാൻഡിബുലാർ നെർവിന്റെ ബ്രാഞ്ച് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മാൻഡിബുലാർ നെർവ് ഫ്രം ദി ക്രേനിയം ഇറ്റ് ഇസ് പാസസ് ഔട്ട് ത്രൂ ദി foramen ovale. അപ്പോൾ foramen ovale കണ്ടന്റ് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ that is mandibular nerve ആണെന്ന് ഓർക്കുക. it is passing out of the cranium through this foramen ovale എന്നുള്ളത് ഓർക്കുക. സോ അപ്പോൾ അങ്ങനെ ആ ഒരു ട്രങ്ക് പുറത്തേക്ക് വരുമ്പോൾ തന്നെ from that point itself it is giving nervus spinosus and nerve to medial pterygoid. അപ്പോൾ നമ്മളവിടെ ഓർക്കേണ്ട കാര്യം nerve to medial pterygoid and nervus spinosus are branches from the mandibular nerve ആണ്. സോ അവിടെ വന്നിട്ട് ആ ഒരു ട്രങ്കിൽ നിന്ന് it is dividing into posterior and anterior divisions. Okay, posterior and anterior divisions ആയിട്ട് it is dividing, and from the anterior division there are few nerves. One is nerve to temporalis, nerve to lateral pterygoid, nerve to masseter and buccal nerve. So these are the branches from the anterior branch of the anterior division of the mandibular nerve. Okay, so the mandibular nerve coming out of the cranium through the foramen ovale, and by this trunk at this trunk it is giving out two branches. One is nervus spinosus and another one is nerve to medial pterygoid, and it is again dividing into anterior and posterior divisions. Anterior division is mainly motor and posterior is mainly sensory. So posterior is mainly sensory and anterior mainly motor aana. So here you can consider the motor function. So it is giving out to the main muscles of this oral area അല്ലെങ്കിൽ this facial area. So it is giving out anterior division. So anterior division there are branches to the nerve to temporalis and nerve to lateral pterygoid, nerve to masseter and buccal nerve. So from the posterior division mainly it is sensory divisions അല്ലെങ്കിൽ sensory branches ആണ്. So auriculotemporal comes under the posterior, it comes from the posterior division of the mandibular nerve. Auriculotemporal is the branch of posterior division of the mandibular nerve, and inferior alveolar nerve according to
means our dentistry അനുസരിച്ചിട്ട് one of the important nerves ആണ് inferior alveolar nerve and lingual nerve and mylohyoid nerve to mylohyoid. They are the branches from the posterior division. So once again I am repeating. So from the foramen ovale it is coming out from the trunk itself. It is giving out two branches, nerve to nervus spinosus and nerve to medial pterygoid. Again it is dividing into anterior and posterior divisions. Anterior is mainly motor, posterior is mainly sensory. So from the motor it is giving out four main branches. They are nerve to temporalis, nerve to lateral pterygoid, nerve to masseter and buccal nerve. And from the posterior division, auriculotemporal, inferior alveolar, nerve to mylohyoid and lingual. Okay. So you have to study all these branches because they are the important branches from the mandibular nerve. The question may come from that portion. So about the other options which are given in this question is infraorbital nerve. Infraorbital nerve is a branch from the maxillary nerve, not the mandibular. So auriculotemporal was the only branch from the options which is a branch from the mandibular nerve. So the infraorbital nerve is a branch from the maxillary nerve. Same way the zygomaticofacial nerve and zygomaticotemporal nerve are also branches from the maxillary nerve, not the mandibular nerve. So remember these branches and ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്.